നേരറിയാൻ CBI പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ മരണശേഷമുള്ള സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് CBI. മൃതദേഹത്തിന് സമാനമായ ഡമ്മി ഉപയോഗിച്ചായിരുന്നു സംഭവങ്ങളുടെ പുനരാവിഷ്കരണം. സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. മർദ്ദിച്ച് 21-ാം നമ്പർ മുറിയിലും ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കി. വയനാട്ടിൽ നിന്ന് സൂർജിത്ത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണം തുടരുകയാണ്. ഇന്ന് രാവിലെ 9:30 DIG ലവ്ലി കട്ടിയാറിന്റെ നേതൃത്വത്തിലുള്ള CBI സംഘം ഹോസ്റ്റലിൽ എത്തിയത്. ഇവർക്കൊപ്പം 2 SP-മാരും ഉണ്ടായിരുന്നു. AK ഉപാധ്യായ, അതോടൊപ്പം തന്നെ സുന്ദർവേൽ തുടങ്ങിയ SP-മാരാണ് ഉണ്ടായിരുന്നത്. ഫോറൻസിക് സംഘം, കേരളത്തിന്റെ സംസ്ഥാന പോലീസിന്റെ ഭാഗമായുള്ള ഫോറൻസിക് സംഘവും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. നേരത്തെ ഈ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ DYSP NK സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. ഇവർ ശാസ്ത്രീയ പരിശോധന നടത്തിയത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശുചിമുറിയിലും ഡോർമെറ്ററിയിലും അതോടൊപ്പം തന്നെ മർദ്ദനത്തിന് വിധേയമാക്കിയ 21-ാം നമ്പർ മുറിയിലും ഉൾപ്പെടെ ആണ് ശാസ്ത്രീയ പരിശോധന ഫോറൻസിക് സംഘം പൂർത്തിയാക്കിയത്. അതോടൊപ്പം തന്നെ 11:30 ഡമ്മി പുറത്തെടുത്തത്. ഈ ഡമ്മി പുറത്തെടുത്തുള്ള പരിശോധനയും നടത്തി. അതായത് ഈ മരണം സംഭവിച്ച ശേഷമുള്ള സംഭവങ്ങളുടെ പുനരാവിഷ്കാരമാണ് നടത്തിയത്. പുനരാവിഷ്കാരം എന്ന് പറയുമ്പോൾ ഈ ശുചിമുറിയിൽ ഈ ഡമ്മി എത്തിച്ച് അവിടെ വെന്റിലേഷനിൽ തൂങ്ങിയ നിലയിലാണ് സിദ്ധാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത്. അടിവസ്ത്രം ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇതിനുശേഷം ഇത് കണ്ടതു മുതലുള്ള കാര്യങ്ങൾ, അതായത് ഈ വിദ്യാർത്ഥികൾ ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയ ശേഷം മൃതദേഹം പുറത്തേക്ക് എടുക്കുകയായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള മൊഴികളാണുള്ളത്. അതേസമയം ഇത് കൊലപാതകമാണെന്നുള്ള ആരോപണം കൂടി ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ഈ സിദ്ധാർത്ഥന്റെ ശരീരത്തിന്റെ അത്ര തന്നെ വെയിറ്റും ഹൈറ്റുമുള്ള അത്തരത്തിലുള്ള ഒരു ഡമ്മിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. ഈ പരിശോധനയ്ക്ക് ശേഷം വിശദമായ മൊഴിയും രേഖപ്പെടുത്തി. അതായത് ഈ മൃതദേഹം കണ്ട ആളുകൾ, ആംബുലൻസിലേക്ക് കയറ്റിയ ആളുകൾ, ഇവരെല്ലാം തന്നെ ക്യാമ്പ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡീനിൻ്റെയും നേരത്തെ ഈ ചുമതലയിലുണ്ടായിരുന്ന കോളേജ് ഡീനിൻ്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും മൊഴികൾ വിശദമായി CBI സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം മറ്റ് വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കലും തുടരുകയാണ്. ഇനി ഈ കസ്റ്റഡി അപേക്ഷയാണ്, ഈ പ്രതികളെ വീണ്ടുകിട്ടുന്നതിനുള്ള കസ്റ്റഡി അപേക്ഷയാണ് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് CBI സംഘം നടത്തുന്നത്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ഉള്ളത്. പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം, FIR പ്രകാരം 20 പ്രതികളാണ് നിലവിൽ കേസിലുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ പ്രതികൾ, ഒരുപക്ഷെ 21 നമ്പർ ഇട്ടുകൊണ്ട് കൂടുതൽ പ്രതികൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് CBIയുടെ FIR-ൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ബന്ധുക്കളുടെ പരാതി ഉയർന്നിരുന്നു. ആ പരാതി എന്ന് പറയുന്നത് കൊലപാതകമാണെന്നുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലേക്ക് ഒരു അന്വേഷണം വ്യാപിപ്പിക്കാൻ വേണ്ടി CBI തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ശാസ്ത്രീയ പരിശോധനയും പൂർത്തിയാക്കിയത്. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.